ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടാവും. കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുന്നത്. ജാമ്യം ലഭിച്ചാൽ മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് എന്നിവർക്ക് പുറമെ പോറ്റി കൂടി പുറത്തിറങ്ങും. അത് കഴിഞ്ഞാൽ ഇഡിയാണ് പുറത്ത് കാത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇഡിയുടെ ചോദ്യം ചെയ്യലുമുണ്ടാവും. നേരത്തെ ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഇനിയിപ്പോൾ ഈ കട്ടിളപ്പാളി കേസിൽ കൂടി 90 ദിവസത്തെ ജയിൽവാസം പൂർത്തിയാവുന്ന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് കോടതിയെ സമീപിച്ചത്. ആ ജാമ്യം ഇന്ന് ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഇഡി ഇപ്പോൾ നിലവിൽ പുറത്തിറങ്ങിയ ആളുകളെ ഇഡി ചോദ്യം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെയാണ് ഇഡിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ളത്. നേരത്തെ സ്വാഭാവിക ജാമ്യം തേടി കിട്ടി മുരാരി ബാബുവും സുധീഷ് കുമാറും പുറത്തിറങ്ങിയിരുന്നു. അതിനു പുറമെ ശ്രീകുമാർ കൂടി ഈ കേസിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് പുറമെ പോറ്റി കൂടി പുറത്തിറങ്ങുമ്പോൾ ഈ കേസിൽ ഇന്നലെ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അല്ലെങ്കിൽ കുറ്റപത്രം നൽകാൻ വൈകുന്നതൊക്കെ കോടതിയോട് ഒരാശങ്കയായി ഉന്നയിച്ചപ്പോൾ കോടതി പറഞ്ഞത് അക്കാര്യത്തിൽ ആശങ്ക വേണ്ട, ഇങ്ങനെ ഒരു കേസാവുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ കാലതാമസം ഉണ്ടാകുമെന്നൊരു നിലപാടാണ് കോടതി കൈക്കൊണ്ടത്. എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനേഷ്, ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടുമോ എന്നതാണ് ഏവരും ഉദ്വേഗത്തോടെ നോക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഹൈക്കോടതി അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം തുടരുന്നതേയുള്ളൂ. എന്തൊക്കെയാണ് ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീജ. ഇന്ന് ദ്വാരപാലക കേസിൽ നമുക്കറിയാം, നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭ്യമായിരുന്നു. കട്ടിളപ്പാളി കേസിലാണ് ഇനി ജാമ്യം ലഭ്യമാകാനുള്ളത്. അതിനായിട്ടാണ് ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത്. അതിന്റെ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ഇന്ന് വിധി പറയാനായിട്ട് കോടതി മാറ്റിയിട്ടുണ്ട്. എന്തായാലും സ്വാഭാവിക ജാമ്യം ഇന്ന് ലഭ്യമാകാൻ തന്നെയാണ് സാധ്യത. കാരണം മറ്റു പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭ്യമായത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യ ഹർജി സമർപ്പിച്ചത്. 90 ദിവസം പിന്നിട്ടപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭ്യമാകേണ്ടത് അവകാശമാണ് എന്നുള്ളത് കൂട്ടുകേസ് തന്നെയാണ് കോടതിയിൽ പ്രതിഭാഗം വാദിക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഈ കേസിൽ ഇതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുകയാണെങ്കിൽ ഇതോടുകൂടി 4 പ്രതികളാണ് ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങിയിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, ശ്രീകുമാർ, പിന്നെ സുധീഷ് കുമാർ, അങ്ങനെ 3 പേരാണ് ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങിയത്. സുധീഷ് കുമാറിന് അറിയാം 43 ദിവസമാണ് ജാമ്യം ലഭ്യമായത്. അപ്പം എന്തായാലും സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ നിന്നും ആദ്യം രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം SIT അനുകൂലിച്ചുള്ള നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ഉള്ള ഈ മെല്ലപ്പോക്ക് സമീപനം വീണ്ടും തുടരുകയാണെങ്കിൽ എല്ലാ പ്രതികൾക്കും ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ആ ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കോടതിയുടെ വലിയ ഒരു പരാമർശം, കഴിഞ്ഞ ദിവസം ഉണ്ടായ പരാമർശം, ആരും രക്ഷപ്പെടത്തില്ല എന്നുള്ളൊരു പരാമർശം ആശ്വാസകരമാണ് എങ്കിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭ്യമാകാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ശ്രീജ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.